നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആത്മകാരഗ്രഹത്തെ കുറിച്ച് പഠിച്ചു. ആത്മകാരഗ്രഹം വിവിധ ഗ്രഹങ്ങളായാൽ ആത്മകാരകൻ വിവിധ ഗ്രഹങ്ങളായാലുള്ളത് പഠിച്ചു. ഇനിയും ആത്മകാരഗ്രഹം MK എന്നൊക്കെയാണ് പല സോഫ്റ്റ്വെയറുകളിലും കാണുന്നത്. അപ്പോൾ ആത്മകാരഗ്രഹം എന്ന് പറയുന്നത് വിവിധ ഭാവങ്ങളിൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സോഫ്റ്റ്വെയർ ആണ് പറ്റുന്നതെന്നൊക്കെ ഉള്ളത്. ഞാൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊരു വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യാൻ കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളും ഈ സോഫ്റ്റ്വെയർ വേണ്ടതെന്നുള്ളത്. പല സോഫ്റ്റ്വെയറിനും ഒരുപാട് കുറവുകളുണ്ട്, പല സോഫ്റ്റ്വെയറുകളിലും ഒരുപാട് കൂടുതലുണ്ട്. ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് PC ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഈ വിഷയങ്ങൾ നോക്കാൻ ജഗന്നാഥ ഹോര ഡൗൺലോഡ് ചെയ്യുക. ഇറ്റ്സ് എ ഫ്രീ സോഫ്റ്റ്വെയർ. അതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അത് മലയാളത്തിലില്ല. അതിനകത്ത് മലയാളം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ മലയാളം ഔട്ട്പുട്ട് അത്ര പോരാ, കാണുമ്പോൾ ഒരു സുഖമില്ല. ഇംഗ്ലീഷിൽ തന്നെ അത് ഉപയോഗിക്കാം. ജഗന്നാഥ ഹോരയാണ്. ഞാൻ പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ സുദർശനചക്ര പോലുള്ള ചില ഏരിയകൾ അത്ര പ്രോപ്പർ അല്ലെങ്കിൽ പോലും ഈ ജെമിനി അസ്ട്രോളജിയും പരാശരിയിലെ ഒരുപാട് കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജഗന്നാഥ ഹോര ഉപയോഗിക്കാം. പിന്നെ ആൻഡ്രോയിഡിലുള്ള കാര്യങ്ങളും സോഫ്റ്റ്വെയറുകളും ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്നത് കണ്ടതും പലതിനും ഭയങ്കര പൈസയാണ്. ഇപ്പോൾ പരാശരി ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. കുറേ പൈസ കൊടുത്ത് മേടിച്ചിട്ട് അതിൻ്റെ കുറേ ഫങ്ഷൻസ് നല്ലതാണ്, നമുക്കൊരു കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ പോലും പിന്നീട് മുന്നോട്ട് പോയപ്പോൾ അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ലാത്ത സോഫ്റ്റ്വെയറാണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോന്നാണ് ഇഷ്ടം. എനിക്ക് ഓരോ സമയത്ത് മേടിക്കുമ്പോൾ കുറച്ച് കാലമൊക്കെ നല്ലതാണ്, പിന്നെ മാറും. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ബേസിക്കായിട്ട് ഫ്രീ ആയിട്ട് ഒരു വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഈ ജെമിനിയുടെ കാര്യം മനസ്സിലാക്കാൻ. ആത്മകാരഗ്രഹം എങ്ങനെ മനസ്സിലാക്കും എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ഇത് സോഫ്റ്റ്വെയർ ആണ് നല്ലതെന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജഗന്നാഥ ഹോര എടുത്തോളൂ. ജഗന്നാഥ ഹോരയ്ക്കകത്ത് ആത്മകാരഗ്രഹത്തിൻ്റെത് AMK എന്നൊക്കെ അമാത്യകാരകൻ്റെ ഒക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ആത്മകാരഗ്രഹം വിവിധ ഭാവങ്ങളിൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നമുക്ക് നോക്കാം. ആത്മകാരഗ്രഹം ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവം പ്രതിനിധീകരിക്കുന്ന സൂചന തരുന്ന മേഖലകളിലായിരിക്കും ആ വ്യക്തിയുടെ ആത്മാവിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ പാഠങ്ങൾ പഠിക്കാനും ഉള്ള സാധ്യതകൾ ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ ആ മേഖലകളിൽ ധാരാളം വെല്ലുവിളികളും അതുപോലെ തന്നെ ധാരാളം അവസരങ്ങളും ഇവർക്ക് കിട്ടുകയും ചെയ്യും. വെല്ലുവിളികൾ നേരിടാത്ത അവസരങ്ങൾ കിട്ടില്ല, അവസരങ്ങൾ കിട്ടിയാലും വെല്ലുവിളികൾ നേരിടും. ഇതാണ് പ്രധാനം. അപ്പം നമുക്ക് ആത്മകാരഗ്രഹം 1-ാം ഭാവത്തിൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം. 1-ാം ഭാവം എന്ന് പറയുന്നത് എന്തൊക്കെയാ ചിന്തിക്കുന്നത് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് ശരീരം തനുഭാവമാണ്. 1-ാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ പോയി കണ്ടോളൂ. നമ്മുടെ പ്ലേലിസ്റ്റിൽ 12 ഭാവങ്ങളുടെ ലിസ്റ്റുണ്ട്. അതിൽ കണ്ടിട്ടില്ലാത്തവർ അവിടെ പോയിട്ട് അത് പോയി കണ്ടോളുക. ഞാൻ എന്തായാലും അങ്ങനെ പറയുന്നതെന്നറിയോ, നമുക്ക് വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കും അല്ലേ. നമുക്ക് ആ 1-ാം ഭാവത്തിൻ്റെ വീഡിയോസ് പോയി കണ്ടാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. അതിനുശേഷം ഇത് വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാവമായിട്ട് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഈ വീഡിയോസ് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ജ്യോതിഷം എല്ലാവർക്കും പഠിക്കാനും എല്ലാവർക്കും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ശാസ്ത്രമാക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഒരു തലമുറയോടുകൂടി ഇത് അവസാനിച്ച് പോകരുത് എന്നുള്ളത് കൊണ്ടും നമ്മളിത് പഠിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണല്ലോ ഇതിൻ്റെ ബേസ്. എന്നിട്ട് ഇതിൽ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഉപയോഗിക്കുന്ന എങ്ങനെയാണ്, ഒരു സ്റ്റെപ്പെങ്കിലും നമ്മുടെ ലൈഫ് ഒന്ന് ഉയർത്താൻ ഈ ശാസ്ത്രം നമ്മളെ സഹായിക്കും എന്നുള്ള ഉറപ്പാണ്. എന്താ പറയുക, എനിക്ക് എൻ്റെ അനുഭവമാണ്, എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. എനിക്ക് പറയാം, ഈ ശാസ്ത്രം കൊണ്ടാണ് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുത്തത്, കുറേ തിരിച്ചറിവുകൾ വന്നത്. നിങ്ങൾ ചില വിഷയങ്ങൾ വരുമ്പോൾ ഇതുകൊണ്ടാണ് വരുന്നത്, അപ്പോൾ നമുക്കതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇങ്ങനെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇതെനിക്ക് ഉറപ്പായിട്ടും വള്ളിയായിട്ട് വരും എന്നുള്ളത് മനസ്സിലായിട്ട് നമ്മളത് തിരിച്ച് ഈ ശാസ്ത്രത്തെ അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് സെൽഫ് മോട്ടിവേഷൻ പ്ലസ് സെൽഫ് കൗൺസിലിംഗ് അല്ലെങ്കിൽ സെൽഫ് ഹീലിംഗ് ടൂളാണ് വാസ്തവത്തിൽ അസ്ട്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ
നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ആത്മകാരാഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ആത്മകാരാഗ്രഹം വിവിധ ഭാവങ്ങളിൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് ഒരു സൂചന തരാം. എന്നിട്ട് ബാക്കി നിങ്ങൾ കണ്ടെത്തി സ്വന്തം അനുഭവം വെച്ച് വിശകലനം ചെയ്തെടുത്തുള്ള. അപ്പോൾ ഒന്നാമത്തേത്, ആത്മകാരാഗ്രഹം ഇവിടെ ലഗ്നത്തിൽ നിന്നാൽ എന്തായാലും ഫലം നോക്കാം. ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി. നമ്മുടെ ശ്രേയസ്സിനെ കുറിച്ചായിരിക്കും ചിന്തകൾ എപ്പോഴും. നമ്മുടെ ദേഹത്തെക്കുറിച്ച്, നമ്മുടെ ശ്രേയസ്സിനെ കുറിച്ച്, തനുഭാവം അല്ലെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മുടെ ശ്രദ്ധ എപ്പോഴും. അപ്പം അതെന്തൊക്കെയായിരിക്കാം? നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ആരോഗ്യം, രൂപം, നമ്മളുടെ കഴിവുകൾ എന്നിവയെ തിരിച്ചറിയാനും അതിനെ ഭംഗിയാക്കാനും വേണ്ടിയിട്ട് നമ്മളുടെ സോൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളും നമുക്കുണ്ടാവും, നമുക്കതിന് വേണ്ടിയിട്ടുള്ള വെല്ലുവിളികളും നമുക്കുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ആത്മകാരാഗ്രഹം മോശമായിട്ടാണ് ലഗ്നത്തിൽ നിൽക്കുന്നതെങ്കിലും അങ്ങനെ വരാലോ, അതൊരു വെല്ലുവിളിയായിട്ട് കാണാമല്ലോ. അങ്ങനെയെങ്കിൽ അമിതമായ സ്വാർത്ഥത, അഹംബോധം, ഞാനെന്നുള്ള ബോധം കൂടും, ഞാൻ പറയുന്നത് ശരിയെന്ന് കൂടും, അമിതമായ സ്വാർത്ഥത കൂടും, എൻ്റേത് എന്നുള്ള ചിന്ത കൂടും. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത് ഒരു വ്യക്തി അവനവനെയും അതേപോലെ തന്നെ ലോകത്തെയും എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ ഇവരെ ലോകം എങ്ങനെ കാണുന്നു എന്നുള്ളതിനെയും ആശ്രയിച്ചിരിക്കും. കാരണം ഞാൻ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെയും എൻ്റെ കഴിവുകളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ റിഫ്ലക്ഷനാണല്ലോ ലോകം എന്നോട് കാണിക്കുന്നത്, അല്ലേ? ഉറപ്പായിട്ടും ഭൂരിപക്ഷവും അങ്ങനെയായിരിക്കും. കാരണം നമ്മുടെ ചിന്തകളുടെ ബാഹ്യാവിഷ്കാരമാണ് ജീവിതം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കലാകാരൻ്റെ ചിന്തകളുടെ ബാഹ്യാവിഷ്കാരമാണ് അവൻ ഉണ്ടാക്കുന്ന ആ കലാസൃഷ്ടി എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ജീവിതം ഒരു കലയായി കണ്ടാൽ നമ്മളുടെ ആന്തരിക വാസനയുടെ സോളിൻ്റെ എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനാണ്, ചിന്തകളുടെ തോട്ട്സിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ലൈഫ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ലൈഫിനെ, ആ സൃഷ്ടിയെ, നമ്മുടെ ജീവിതമാകുന്ന നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പം ചുറ്റുപാടുകളുമുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അത് ആത്മകാരകനായ ഗ്രഹം ലഗ്നത്തിൽ നിൽക്കുമ്പോൾ സ്വന്തം കഴിവിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അത് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ പിന്തുണയും, അതേപോലെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്നതും അഹംബോധവും അഹംഭാവത്തോടും കൂടിയിട്ടാണ് ലഗ്നത്തിൽ നിൽക്കുന്ന ആത്മകാരകൻ്റെ കാരകത്വത്തിലൂടെ, ഗ്രഹം തരുന്ന കാരകത്വത്തിലൂടെ നിങ്ങളുടെ പ്രവൃത്തി നടക്കുന്നത് എങ്കിൽ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കും കാണുന്നത് എന്നുള്ളത് നിരീക്ഷിക്കാൻ വിട്ടുതരുന്നു. ഇനി ആത്മകാരഗ്രഹം 2 നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. സെക്കൻഡ് ഹൗസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഒന്ന് ഈ വാചകോടിയെ സൂചിപ്പിക്കുന്നു, 2ാം ഭാവം വാക്സ്ഥാനാണ്, പിന്നെ വിദ്യയെ സൂചിപ്പിക്കുന്നു. എൻ്റെ 2ാം ഭാവാധിപൻ 11 നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ 2ാം ഭാവാധിപൻ 2 നിൽക്കുന്ന ആത്മകാരഗ്രഹം വാക്സ്ഥാനമാണ്, വാക്കിൽ ബലം വരും. അതുപോലെ തന്നെ ധനം 2ാം ഭാവമാണ്, അതുപോലെ തന്നെ കുടുംബം 2ാം ഭാവമാണ്. ഈ ഏരിയകളിലായിരിക്കും ശ്രദ്ധ കൂടുതൽ. ഭർത്തവ്യം അഖിലം വിത്തം മാണി. അപ്പം വാക്ക്, സമ്പത്ത്, ധനം, നിക്ഷേപം ഇത്യാദി കാര്യങ്ങൾ, വിദ്യാഭ്യാസം ഇത്യാദി കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ കൂടുതൽ വരുന്നത്. ഈ ഏരിയകളെ, 2ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകളെ കേന്ദ്രീകരിച്ചായിരിക്കും നിങ്ങളുടെ കർമ്മ പൂർത്തീകരണത്തിനുള്ള സാധ്യതകൾ ഒരുങ്ങുന്നത്, നിങ്ങളുടെ ഗ്രൗണ്ട് ഒരുങ്ങുന്നത് അവിടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഉണ്ടാക്കുന്ന കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം, നിധി, ധനപരമായിട്ടുള്ള മേഖലകളിലും വിദ്യാഭ്യാസപരമായ മേഖലകളിലും നിങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ, വിദ്യാഭ്യാസപരമായ മേഖലകളാണെങ്കിൽ അങ്ങനെ, അതിൽ നിങ്ങൾ കൊടുക്കുന്ന സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച്, ഇതെല്ലാം
ഇത് ഏതൊക്കെ വിഷയമായിട്ടാണ് ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളത് ഗ്രഹങ്ങളുമായിട്ട് കൂട്ടി യോജിപ്പിക്കണം, ഗ്രഹങ്ങളുടെ കാരകത്വമായിട്ട് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളുമായിട്ടാണ് വരുന്നത് എന്നുള്ളതുകൂടെ ചേർത്ത് വെച്ച് നിങ്ങൾ ചിന്തിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആത്മകാര ഗ്രഹം 2 നെഗറ്റീവ് ആയാൽ എന്തായിരിക്കും ഫലം? ശ്രദ്ധ ധനത്തിലേക്കായിരിക്കും, ശ്രദ്ധ മൊത്തവും ഫാമിലിയിലേക്കായിരിക്കും. ഈ ധനത്തിനോടും കുടുംബത്തോടും ഇവരുടെ സ്ഥാനത്തോടും വിദ്യാഭ്യാസത്തോടും ഇവർക്ക് തീവ്രമായതും അതുപോലെ തന്നെ വൈകാരികപരമായിട്ടുള്ളതും അറ്റാച്ച്മെൻറ്റ് ഉറപ്പായിട്ടും കൂടുതലായിരിക്കും. അത് വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും. ആത്മകാരകൻ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് ഡെപ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്, ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള കർമ്മയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേദന ഉണ്ടാവും എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോൾ വേദന ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വൈകാരികമാണ്, അവിടേക്കായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ. ആത്മകാരകൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവവുമായിട്ടായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ. ആ പറയുന്ന ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരകത്വവുമായിട്ടുള്ള വിഷയങ്ങളിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ, സംശയമില്ല. പക്ഷേ അവിടെ കടുത്ത തീവ്രമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം അതിനോട് വന്നാൽ വേദനയ്ക്ക് കാരണമാവും, ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ധനപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ കുടുംബപരമായിട്ടോ വരുന്ന വിഷയങ്ങളിൽ, അതായത് 2ാം ഭാവത്തിൻ്റെ വീഡിയോ പോയി നോക്കുക, 2ാം ഭാവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വീഡിയോ നോക്കുക. എന്നിട്ട് അതുമായി പറയുന്ന വിഷയങ്ങളിൽ കടുത്ത വെല്ലുവിളിയോ അല്ലെങ്കിൽ കടുത്ത ബുദ്ധിമുട്ടുകളോ നിങ്ങൾ നേരിടേണ്ടി വരും, ഉറപ്പാണ്. ആ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം, ആ വിഷയം എങ്ങനെയെങ്കിലും റെഡിയാക്കണം എന്നുള്ള ഇത് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ 2ാം ഭാവത്തിൽ ആത്മകാരകൻ നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 2ാം ഭാവത്തെക്കുറിച്ച് പഠിക്കണം, 2ാം ഭാവത്തിൽ നിൽക്കുന്ന ഭാവാധിപൻ ഏതാണെന്ന് നോക്കണം, ഏത് ഗ്രഹമാണ് ആത്മകാരകനായതെന്ന് നോക്കണം, 2ാം ഭാവത്തിൻ്റെ സൂചനകളും ഈ ഏത് ഭാവാധിപനാണ് നിൽക്കുന്നതെന്നും ഏത് ഗ്രഹമാണെന്നും നോക്കി ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം ഫൈനൽ ഫലത്തിലേക്ക് നമ്മൾ എത്താൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെല്ലുവിളികളായിരിക്കും ഒരു വ്യക്തി നേരിടുന്നത്, അയാളുടെ ശ്രമങ്ങൾ അതായിരിക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറയാം. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി, നിങ്ങളുടെ ജാതകത്തിലെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി, മനസ്സിലാവുകയും ചെയ്യും. നമുക്കപ്പോൾ അടുത്ത ഇതിലേക്ക് പോകാം. ഈ ഒരു പരിമിതിയുണ്ട്, ഇത് പഠിപ്പിച്ചെടുക്കുന്നതിൽ പൂർണ്ണമായും പറഞ്ഞു തരാൻ വാക്കുകൾ, എൻ്റെ ഉള്ളിലുള്ള ഈ ആശയം വാക്കുകളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പരിമിതിയുണ്ട്, ഒരു ലിമിറ്റേഷനുണ്ട്. ചിന്തകളെ വാക്കുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ വാക്കുകൾ പൊതുവെ ദ്വൈതമായതുകൊണ്ട് കുറച്ച് പരിമിതിയുണ്ട്. ആ പരിമിതിയെ തീർക്കാൻ വേണ്ടിയിട്ടാണ് പല ഡയമെൻഷനിൽ പല വീഡിയോസിലൂടെ പല കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് പഠിച്ചിട്ട് 2ാം ഭാവത്തിൽ ആത്മകാരകൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം നോക്കണം. ഏത് ഗ്രഹമാണ് നിൽക്കുന്നത്, ഏത് രാശിയാണ് 2ാം ഭാവം എന്നുള്ളത്, ആരുടെ രാശിയാണ്, ഈ ഗ്രഹവും രാശിനാഥനും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ, ബന്ധം എന്തുവാ നോക്കണം, ഏത് ഭാവാധിപനാണ് ഈ ഗ്രഹം, ഇതെല്ലാം നോക്കിയിട്ട് ഫൈനലി ഒരു തീരുമാനത്തിലേക്ക് എത്താം. ആ തീരുമാനം കറക്റ്റ് ആയിരിക്കുന്നതെന്ന് നോക്കും, ഉറപ്പാണ്. ആ തീരുമാനം നിങ്ങളുടെ അറിവും പരിധിയും ആ ശ്രമവും എത്രത്തോളം ഉണ്ടോ ആ തീരുമാനം കറക്റ്റ് ആയിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് ആത്മകാര ഗ്രഹം 3ാം ഭാവത്തിൽ നിന്നാൽ എന്താണെന്നുള്ളത് നോക്കാം. ധൈര്യം, വീര്യം, ദുർബുദ്ധി, പരാക്രമം, സഹോദരങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണല്ലോ 3rd ഹൗസ് എന്ന് പറയുന്നത്. 3rd ഹൗസിൽ ആത്മകാരക ഗ്രഹം നിന്നാൽ പല വിഷയങ്ങളും പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള ആഗ്രഹം ഇവർക്കുണ്ടാവും. ധൈര്യമുണ്ടാവും, കഴിവുകളുണ്ടാവും. സ്വന്തം കഴിവിലൂടെ എഴുത്ത്, കല ഇത്യാദി കാര്യങ്ങളിലൂടെ മുന്നേറാനുള്ള ഒരു ശ്രമം ഇവർക്കുണ്ടാവും. 5ാം ഭാവാധിപൻ ആത്മകാരകനായി മുന്നിൽ നിൽക്കുക, അത് ശുക്രനാവുക, അല്ല 3ഉം 5ഉം ഭാവാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്യുക, അതിലൊരു ഗ്രഹം ആത്മകാരകനാകുക. ശുക്രൻ്റെ ബന്ധമൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിലും വായനയിലും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ, മീഡിയ അതുപോലുള്ള മേഖലകളിലൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരായി മാറുക. അങ്ങനെയുള്ളവരുടെ ജാതകങ്ങൾ ധാരാളമുണ്ട്, നിങ്ങളെടുത്ത് വെച്ച് നോക്കുക. അതുപോലെ തന്നെ ധൈര്യം പ്രകടിപ്പിക്കേണ്ട അനവധി സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും. എടുത്ത് ചാടി ചെയ്യാമെന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിൽ പോലും
കൃത്യമായ ധൈര്യത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കേണ്ട ജീവിത സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ ഇത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നോ പറയാനും മിസ് പറയാനും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആത്മകാരാഗ്രഹം 3 നിന്നാൽ അത് ബലവാനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മറ്റാരും കാണാത്ത രീതിയിൽ അത് മനസ്സിലാക്കി പെരുമാറാനും ആ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് തന്നെ കംഫോർട്ടിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. 4-ാം ഭാവമാണ് കംഫോർട്ട്. കംഫോർട്ടിൻ്റെ നഷ്ടസ്ഥാനമാണ് റിസ്ക്. അത് 3. 4-ന്റെ 12 3. അപ്പോൾ കംഫോർട്ടിൻ്റെ നഷ്ടസ്ഥാനമാണ് റിസ്ക്. അപ്പോൾ അത് 3-ാം ഭാവമാണ്. അതുകൊണ്ട് തന്നെ 3-ാം ഭാവത്തിൽ റിസ്ക് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ എടുത്തിയാട്ടമായി പോകും. ധൈര്യം ദുർബുദ്ധിയായി മാറുന്നത്. ഒറ്റപ്പാടാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയോ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ എൻജിൻ തവിടുപൊടിയായി പോകും. അപ്പോൾ അത് കൃത്യമായിട്ട് വളരെ ഷാർപ്പായിട്ട് എടുക്കുന്ന റിസ്ക്കുകൾ സക്സസ്സിലേക്കും ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്തെടുക്കുന്ന റിസ്ക്കുകൾ പരാജയത്തിലേക്കും പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും 3rd ഹൗസിൽ ആത്മകാരാഗ്രഹം നിൽക്കുന്നവർ. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവർക്ക് കുറച്ച് കടമകൾ ചെയ്തു തീർക്കാൻ ഉണ്ടാവും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആത്മകാരാഗ്രഹം 3-ൽ മോശമായിട്ടൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടി ഈശ്വരനെയൊക്കെ ആശ്രയിച്ച് എടുത്ത് ചാടാതെ കാര്യങ്ങൾ ഒരു 25 പ്രാവശ്യമെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സഹോദരന്മാരിൽ നിന്നോ സഹോദരികളിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ ഇത് പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന കർമ്മത്തിൻ്റെ ഫലമാണെന്ന് മനസ്സിലാക്കി ഈ ദുഃഖം ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ചെറിയ യാത്രകളോടൊക്കെ താല്പര്യമുള്ളവരായിരിക്കും. അതൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. അപ്പം ആത്മകാരാഗ്രഹം ഇനി 4th ഹൗസിൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം. ആത്മകാരാഗ്രഹം 4th ഹൗസിൽ അമ്മ, വീട്, വണ്ടി, വാഹനം, സുഖം, കംഫോർട്ട്. ഹോമല്ലേ ഒരാളുടെ ഏറ്റവും വലിയ കംഫോർട്ട് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്, സ്വസ്ഥത, ഇതൊക്കെയാണ് 4-ാം ഭാവം പ്രധാനമായിട്ട്. 4-ാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോസ് പതിവ് പോലെ കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാൻ. 4-ാം ഭാവം എന്ന് പറഞ്ഞൊരു വൈകാരികമായിട്ടുള്ള വിഷയങ്ങളെ കണക്ട് ചെയ്യുന്ന ഭാവമാണ്. ഇമോഷണൽ കണക്ഷൻസ്, ഇമോഷണൽ വാല്യൂസ്, പാരമ്പര്യം, പരദേവത, നമ്മുടെ പരമ്പര, പൂർവികരിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മളെ നമ്മളാക്കി നിർത്തിയിരിക്കുന്ന ചില പാരമ്പര്യങ്ങൾ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും. എത്ര പാരമ്പര്യത്തിനൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാലും ശരി, ജനിച്ച് വളർന്ന സാഹചര്യവും പൂർവികരുടെ സ്വഭാവങ്ങളും പൂർവികരുടെ കുടുംബത്തിൻ്റെ രീതികളും എല്ലാം നമ്മളെ സ്വാധീനിക്കും. അത് ഉറപ്പുള്ള കാര്യം, അതിലൊരു സംശയമില്ല. എത്രയൊക്കെ നമ്മൾ സോഷ്യലിസം പറഞ്ഞാലും നമ്മളുടെ ഉള്ളിൽ അത് വരികയും ചെയ്യും. അപ്പം വൈകാരികമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഭാവമാണ് 4th ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ 4th ഹൗസിൽ ആത്മകാരാഗ്രഹം നിന്നാൽ ഇവർ വൈകാരികമായിട്ടുള്ളൊരു സുരക്ഷിതത്വം, ഒരു ഇമോഷണലായിട്ടുള്ള ഒരു സുരക്ഷിതത്വം. ഹോമല്ലേ, വീടല്ലേ, വീടൊരു സുരക്ഷിതത്വ സ്ഥാനം. നമ്മളെവിടെയെല്ലാം കറങ്ങി നടന്നാലും വീട്ടിലേറ്റവും സുരക്ഷിതനാവാനല്ലേ നോക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ളൊരു സുരക്ഷിതത്വവും അതുപോലെ തന്നെ യഥാർത്ഥമായിട്ടുള്ളൊരു സന്തോഷവും സ്നേഹവും പ്രതീക്ഷിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് 4th ഹൗസിൽ നിൽക്കുന്ന ഗ്രഹം, 4th ഹൗസിൽ ആത്മകാരകൻ നിന്നാൽ ഇവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ നന്നായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇപ്പോൾ ഓരോ ഗ്രഹങ്ങളും ആത്മകാരകനായി 4-ൽ നിന്നാൽ വിവിധ ഫലങ്ങളാണ്. അത് ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതും കൂടി ഇതിനകത്ത് കൂട്ടി യോജിപ്പിക്കുക. 4-ാം ഭാവത്തിൽ വരുമ്പോൾ ആ ഒരു അവിടുത്തെ ഒരു ചേർച്ച അവർ കൂടുതൽ ആഗ്രഹിക്കും. ഇതിനെ ഈ വീടും കുടുംബവും ഇതിനെല്ലാം കൂടെ ചേർത്ത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇവർ നന്നായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ഗ്രഹാന്തരീക്ഷം നന്നാക്കിയെടുക്കാൻ ശ്രമം ഉണ്ടാവും. അമ്മയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവും. ഭൗതിക അന്തരീക്ഷം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവും. അതുപോലെ വീടിനുള്ളിൽ നിന്നും ഒരു സ്വസ്ഥതയും സമാധാനവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്കെല്ലാം ഉണ്ടാവുകയും
അതുപോലെ തന്നെ ഈ ആത്മകാരഗ്രഹം നിൽക്കുന്ന ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിറയെ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആന്തരിക സമാധാനം കിട്ടാൻ വേണ്ടി ആത്മകാരകൻ 4 നിൽക്കുമ്പോൾ 4-ാം ഭാവത്തിന് പറഞ്ഞിട്ടുള്ള കാരകത്വത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, മുന്നോട്ട് ശ്രമിക്കുമ്പോൾ, 4-ാം ഭാവം തരുന്ന സൂചനകളിലൂടെ അവർ ആന്തരികമായിട്ടുള്ളൊരു തൃപ്തി അല്ലെ കംഫേർട്ട് അന്വേഷിക്കുമ്പോൾ നല്ല സംതൃപ്തിയും അതോടൊപ്പം തന്നെ നിറയെ വെല്ലുവിളികളും നേടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇനി അടുത്തത് 5ലേക്ക്, 5-ാം ഭാവത്തിൽ ആത്മകാരകൻ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം. 5-ാം ഭാവം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാവങ്ങളിലൊന്ന് 5-ാം ഭാവം. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉപാസന നിശ്ചയിക്കുന്നു. ഉപാസനാഭാവമാണ്, പൂർവ്വപുണ്യഭാവമാണ്, പ്രജ്ഞാമേധ വിവേകശക്തി ഒക്കെ ചിന്തിക്കുന്ന ഭാവമാണ് 5th ഹൗസ്. 5th ഹൗസിൻ്റെ കാരകത്വങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം എനിക്കെന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ 9th ഹൗസ്. അപ്പം ഈ 5-ാം ഭാവത്തിൽ ആണ് സന്താനം വരുന്നത്. 5-ാം ഭാവത്തിലാണ് സർഗാത്മകത വരുന്നത്. സർഗാത്മകത 5th ഹൗസിലാണ്. 5th ഹൗസ് നല്ല രീതിയിൽ വർക്ക് ചെയ്താലേ ആ ഒരു സർഗാത്മക ശേഷി നമുക്കുണ്ടാകത്തുള്ളൂ. 5th ഹൗസ് അതുപോലെ തന്നെ ബുദ്ധി, നിശ്ചയാത്മിക ബുദ്ധി, കാര്യത്തെ തിരിച്ചറിയാനുള്ള കഴിവ്, ബുദ്ധി. അതേപോലെ തന്നെ പ്രണയഭാവമാണ് കേട്ടോ. 5th ഹൗസ് പ്രണയഭാവമാണ്. പ്രണയം ഭക്തിയും കൂടിയാണ്. അതുപോലെ തന്നെ പരമമായ ശരിക്കുള്ള റിയൽ ലവ് 5th ഹൗസാണ്. അതുപോലെ തന്നെ പൂർവ്വ പുണ്യഭാവമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ ഉപാസനാഭാവമാണ്. അടുത്ത തലമുറയെ, പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഭാവമാണ്. പൂർവ്വപുണ്യം സമ്പാദിക്കുന്നതും അതുപോലെ തന്നെ പൂർവ്വപുണ്യത്തോടു കൂടി അടുത്ത തലമുറയെ, സന്താനങ്ങളെ മുന്നോട്ട് അനുഗ്രഹിച്ച് കൊണ്ടുപോകേണ്ട ഭാവവും കൂടിയാണ് 5th ഹൗസ്. അതുകൊണ്ട് തന്നെ ആത്മകാരഗ്രഹം 5th ഹൗസിൽ നിന്ന് ആത്മീയ വളർച്ചയ്ക്ക് സൂപ്പറാണ്. അത് ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിനനുസരിച്ചുള്ള ദേവതയെ ആശ്രയിക്കുന്ന നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നല്ലതായിരിക്കും. ആ ദേവതയുടെ കാരകത്വത്തിലുള്ള സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് വരേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. അതുകൊണ്ട് തന്നെ ആ ദേവതയുടെ കാരകത്വത്തിലുള്ള ദേവതയെ, അവിടെ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ കാരകത്വത്തിലുള്ള ദേവതയെ ആശ്രയിക്കുന്നത് വളരെ നന്നായിരിക്കും. സ്വന്തം സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കും. സ്വന്തം കഴിവ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരുപാട് തിരിച്ചറിവുള്ള വ്യക്തികളായിരിക്കും. ഒരുപാട് കാര്യങ്ങളെ അന്വേഷിക്കും. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഉള്ള ശ്രമം ഉണ്ടാകും. ആന്തരികമായിട്ടുള്ള ഭാവമാണ് 5-ാം ഭാവം. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കും. പൂർവ്വപുണ്യപരമായിട്ടുള്ള കാര്യങ്ങളെയും പഴയ കാര്യങ്ങളെയൊക്കെ അന്വേഷിച്ച് ഇറങ്ങാനുള്ളൊരു ടെൻഡൻസി ഇവർക്കുണ്ടാവും. മക്കളുമായിട്ടുള്ള അടുപ്പം കൂടും. മക്കളോടൊരു അറ്റാച്ച്മെൻറ്റും സ്നേഹവും ഒക്കെ ഉണ്ടാകും. അവർക്ക് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ധാർമ്മികമായിട്ടും ഉപാസനാപരമായിട്ടും ഒക്കെ ഒരു ജീവിതം നയിക്കാൻ സോൾ ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ ഈ മേഖലകളിലെല്ലാം ദുഃഖം ഉണ്ടാവുകയും ചെയ്യും. വെല്ലുവിളികളുണ്ടാവും. ആഗ്രഹിക്കുന്ന മേഖലകളിൽ വെല്ലുവിളികൾ വരുത്തുക എന്നുള്ളത് ആത്മകാരഗ്രഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് അത് കിട്ടും. വെല്ലുവിളിയാണെങ്കിലും അത് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷെ വെല്ലുവിളികളെ ഫേസ് ചെയ്യാതെ മുന്നോട്ട് പോകാനും കഴിയത്തില്ല. അപ്പോൾ ആത്മകാരഗ്രഹം 5th ഹൗസിൽ നിന്ന് കഴിഞ്ഞുള്ള ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ഏകദേശം മനസ്സിലാക്കി, സൂചനകൾ മനസ്സിലാക്കി. ഇനി ആത്മകാരഗ്രഹം 6th ഹൗസിൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം. രോഗം, ശത്രു, കടം, സേവനങ്ങൾ എന്നിവയാണല്ലോ പ്രധാനമായിട്ട് 6th ഹൗസ്. രോഗമാണ്, ശത്രുവാണ്, കടമാണ്, സേവനങ്ങളാണ്, നിത്യേന ചെയ്യുന്ന ജോലികളാണ്, ഡെയിലി റൊട്ടീൻ ഒക്കെയാണ്. 6-ാം ഭാവം ബലപ്പെട്ടാലേ ഒരാളുടെ റൊട്ടീൻ കറക്റ്റ് ആകത്തുള്ളൂ. അപ്പം രോഗമില്ലാതിരിക്കുകയും ചെയ്യും. 6-ാം ഭാവം മോശമാണെങ്കിൽ റൊട്ടീൻ മോശമാകും, രോഗം ഉണ്ടാകുകയും ചെയ്യും. സിമ്പിളാണ്. മനസ്സിലാവുന്നുണ്ടോ? ആത്മകാരകൻ 6-ാം ഭാവത്തിൽ നിന്ന് നല്ല വെല്ലുവിളികളായിരിക്കും ഫേസ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടും വരും. സംശയമില്ല അതിനകത്ത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആത്മകാരഗ്രഹം 6th ഹൗസിൽ നിൽക്കുന്ന 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ജാതകൻ അല്ലെങ്കിൽ ഒരു ജാതക പ്രതിബന്ധങ്ങളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും കഠിനാധ്വാനത്തിലൂടെയും സേവനാമനോഭാവത്തിലൂടെയും 6-ാം ഭാവത്തിൻ്റെ നിൽക്കുന്ന ആത്മകാരഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള
അതിദേവതയെയും ഈശ്വരനെയും നന്നായിട്ട് ആശ്രയിച്ചുകൊണ്ട് മറികടക്കാൻ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഉറപ്പ്. കേട്ടോ, മറ്റുള്ളവരെ നിസ്വാർത്ഥപരമായിട്ട് സേവിക്കുന്നതിലൂടെ ഇവർക്ക് ആത്മീയമായിട്ടും അതുപോലെ തന്നെ ഭൗതികപരമായിട്ടുമുള്ള ഒരു ഉയർച്ച ഉണ്ടാവും. സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടുത്തെ ഓരോ ഭാവത്തിനനുസരിച്ച് ഓരോ പരിഹാരങ്ങളാണ്. 5-ാം ഭാവത്തിൽ ഉപാസനയാണെന്ന് പറഞ്ഞപ്പം 4-ാം ഭാവത്തിൽ കുടുംബപരദേവത, അമ്മ ഇത്യാദി വിഷയങ്ങളിലായിരിക്കും ചലഞ്ചസ് വരുന്നത്. 6-ാം ഭാവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളെ ശുശ്രൂഷിക്കുകയും സേവനം ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. സേവനത്തിൽ വെട്ടാൻ നിൽക്കരുത്, പിന്നെ ഗതി കിട്ടത്തില്ല. അപ്പം മറ്റുള്ളവരെ ഇപ്പം രോഗം വന്ന് കിടക്കുന്നവർക്കൊക്കെ വേണ്ടി പിരിവെടുത്ത് ഒക്കെ, കയ്യിലില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് പിരിവെടുത്തൊക്കെ സഹായിക്കുന്നവരുണ്ടല്ലോ. സേവനം, അങ്ങനെ സേവനം ചെയ്യുന്നത് ഒക്കെ ഇവരുടെ ഉയർച്ചയ്ക്ക് നന്നായിരിക്കും. 6th ഹൗസ് ആത്മകാര ഗ്രഹം ബേസിക്കലി കുറച്ച് ടെറിബിളാണ്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ആ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അടുത്തത് 7th ഹൗസ് ആത്മകാര ഗ്രഹമാണ്. 7th ഹൗസിൽ 7-ാം ഭാവത്തിൽ ആത്മകാരകൻ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. പൊതുവെ എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹം ഇതായിരിക്കും. ആത്മകാര ഗ്രഹം 7-ാം ഭാവത്തിൽ നിന്നാൽ ഒരു 30+ ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ആത്മകാരഗ്രഹം 7-ൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത്. അത് ഓരോ ഗ്രഹങ്ങൾക്കനുസരിച്ചാണ്. ശുക്രൻ ആത്മകാരകനായിട്ട് 7-ൽ വന്നു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പം ആത്മകാരഗ്രഹം 7-ൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇച്ചിരി നിങ്ങളായി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതല്ലേ നല്ലത്. അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.